ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ നടന്നത് എന്തൊക്കെ എന്ന് വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട എൻ പ്രശാന്ത് IAS. ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുത്. 6 മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമം ഉണ്ടായിരിക്കെ 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച പ്രൊമോഷൻ ഉടനടി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അതിന് സാഹചര്യം ഒരുക്കരുത് എന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അതന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാചകം കൂടിയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പ്രശാന്തിന്റെ കുറിപ്പിലും ഉണ്ട്. ഈ സൂചിപ്പിക്കുന്നത് പോലെ വൈകിയെത്തുന്ന നിയമം എന്നത് നീതി നിഷേധം തന്നെയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ശരി തെറ്റൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് പ്രസക്തമാണല്ലോ. ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, അത് സമയബന്ധിതമായിരിക്കണം. എന്തൊക്കെയാണ് പ്രശാന്ത് പറയുന്നത്? അഭിലാഷ്, ഇന്നലെയായിരുന്നു സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് മുൻപിലെത്തി അവരുടെ ചേംബറിൽ ഈ ഹിയറിംഗ് നടപടികൾ നടന്നത്. അതിനുശേഷം എൻ പ്രശാന്ത് പുറത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നെങ്കിലും കൂടുതൽ വിശദാംശങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്, തുടർ നടപടികൾ അവരാണ് സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു പ്രശാന്തിന്റെ ആദ്യ പ്രതികരണം. പക്ഷേ അതിനുശേഷം ആവർത്തിച്ച് ഈ ഹിയറിംഗിൽ എന്താണ് ഉണ്ടായത് എന്ന ചോദ്യങ്ങൾ തുടർച്ചയായി വന്നപ്പോഴാണ് ഇതിന്റെ സാരാംശങ്ങൾ ചേർത്തുകൊണ്ട് താൻ സമൂഹ മാധ്യമത്തിൽ ഇന്നലെ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രധാനമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ ഹിയറിംഗിനിടെ ഉണ്ടായ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് 6 മാസത്തിനകം ഓരോ ഫയലും തീർപ്പാക്കുമെന്ന് പറഞ്ഞ സർക്കാർ 6 മാസത്തെ സാവകാശത്തിന് അപ്പുറം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും തന്റെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ഫയൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് പോലും തനിക്കറിയത്തില്ല. നിയമപരമായി മറ്റ് വഴികളിലേക്ക് താൻ പോകുന്നതിന് മുമ്പ് അതിലൊരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നൊരു മുന്നറിയിപ്പാണ് പറയുന്നത്. അതോടൊപ്പം ജയതിലകിനെതിരെയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനെതിരെയും എല്ലാം എൻ പ്രശാന്ത് കൈവശമുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രശാന്തിന്റെ ഭാഗം പൂർണ്ണമായി ചീഫ് സെക്രട്ടറി കേട്ട് കഴിഞ്ഞു. ഇനി തുടർ നടപടികളുടെ ഭാഗമായി ഈ സസ്പെൻഷന്റെ കാര്യത്തിലും അതോടൊപ്പം പ്രമോഷന്റെ കാര്യത്തിലും അടക്കം പ്രശാന്ത് മുൻവെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ന്യായം പരിഗണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി സർക്കാരിനെ അത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് ഏത് തരത്തിലായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കുക? ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾക്ക് സാധ്യതയുണ്ടോ? പ്രശാന്തിന് സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് പ്രൊമോഷൻ തടഞ്ഞു വച്ചിരിക്കുന്ന പ്രൊമോഷൻ നൽകാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇനി ഉയർത്തി കേൾക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.